Hi students, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് പൂർണ്ണമായിട്ട് കാണാം. നമുക്ക് ഈ ഒരു ജൂലൈ 30 ഓവർസീസ് ഫസ്റ്റ് ഗ്രേഡ് എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എക്സാം സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡൊക്കെ ജൂലൈയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റിൽ നമുക്ക് എക്സാം ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം ദ എയർ ഈസ് കോൾഡ്. ഏതാണ്? ഓപ്ഷനിൽ പെർമിയബിലിറ്റി ഉണ്ട്, ഹൈഗ്രോസ്കോപ്പോസിറ്റി ഉണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ചോദിച്ചിരിക്കുന്നത് അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം ദ എയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലോ. ഓപ്ഷൻ ബി ആണ്, ഹൈഗ്രോസ്കോപ്പോസിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇമേഴ്സിംഗ് ടിമ്പർ ഇൻ എ സൊല്യൂഷൻ ഓഫ് സ്യൂട്ടബിൾ സാൾട്ട് ടു സീസൺ ഇറ്റ് കാൾഡ്? ഓക്കെ, നമ്മളൊരു സാൾട്ട് സൊല്യൂഷനിലാണ് ടിമ്പർ ഇമേഴ്സ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ഏതെന്നാണ്? ഓപ്ഷനിൽ വാട്ടർ സീസണിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ സീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കിൽ സീസണിംഗ് ഉണ്ട്, കെമിക്കൽ സീസണിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്, കെമിക്കൽ സീസണിംഗ് ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു കെമിക്കൽ സീസണിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സാൾട്ട് സൊല്യൂഷനിൽ നമ്മൾ ടിമ്പർ ഇമേഴ്സ് ചെയ്ത് വയ്ക്കുന്നത്. ആ ഒരു സാൾട്ട് സൊല്യൂഷന് ഒരു ഹൈ പെനിട്രേഷൻ പവർ ഉള്ളത് കൊണ്ട് തന്നെ സാപ്പ് റീപ്ലേസ് ആവുന്നു. ഓക്കെ, ഇനി ഈ ഒരു സാൾട്ട് സൊല്യൂഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു എക്സ്റ്റീരിയർ ക്രാക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ്റ്റീരിയർ ക്രാക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ സീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഹൈ ആക്യുറസിയിലൊരു AC കറണ്ടാണ് ഒരു ടിമ്പറിലൂടെ കടത്തി വിടുന്നത്. നമുക്ക് റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഇലക്ട്രിക് സീസണാണ് പറയാൻ കഴിയുന്നല്ലേ. റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇലക്ട്രിക് സീസണിംഗ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ കിൽ സീസണിംഗ് ആണെങ്കിലോ, കിൽ സീസണിംഗ് നമുക്ക് എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? കിൽ സീസണിംഗിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് നമുക്ക് സീസണിങ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ലാർജ് ക്വാണ്ടിറ്റിയിൽ സഡനായിട്ട് നമുക്ക് സീസണിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കിൽ സീസണിങ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രിക് സീസണിങ് ആണെങ്കിലോ, റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് സീസണിങ് ആണ്. അതുപോലെ തന്നെ യൂണിഫോം സീസണിങ് ഏതെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ സീസൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സീസണിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? സ്പ്ലിറ്റിംഗ് അല്ലേ. സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഇലക്ട്രിക്കൽ സീസണിങ്ങിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി കിൽ സീസണിങ് നമുക്ക് എത്ര ദിവസം വരെ എടുക്കും? 10 മുതൽ 20 ദിവസം വരെ എടുക്കും അല്ലേ. കിൽ സീസണിങ്ങിന് നമുക്ക് 10 മുതൽ 20 ദിവസം വരെ ഡ്യൂറേഷൻ എടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സ്റ്റോൺ ഈസ് ഇമ്പോർട്ടഡ് ഫോർ ഡോക്സ്, ഹാർബർ ആൻഡ് ഗ്രാവിറ്റി ഡാം? ഡോക്സ്, അതുപോലെ ഹാർബർ, ഗ്രാവിറ്റി ഡാംസിനൊക്കെ നമുക്ക് സ്റ്റോണിൻ്റെ പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഹാർഡ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, പോറോസിറ്റി ഉണ്ട്, ഡ്രസ്സിങ് ഹാർഡ്നെസ് ഉണ്ട്. ഡ്രസ്സിങ് ഉണ്ട്. ഓക്കെ, ഡ്രസ്സിങ് ഉണ്ട്. ഇവിടെ ഹാർഡ്നെസ് അല്ല, ഡ്രസ്സിങ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലോ. ഓപ്ഷൻ ബി ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിക്സിംഗ് വാട്ടർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് കോൺക്രീറ്റ് ഓഫ് എ സർട്ടൈൻ സ്ലംബ്? റെഡ്യൂസ് വാട്ടർ സിമൻറ്റ് റേഷ്യോ, റെഡ്യൂസ് സിമൻറ്റ് കണ്ടന്റ് ഓർ ഇൻക്രീസ് സ്ലംബ്? ഏതാണ്? ഡാഷ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ക്വാണ്ടിറ്റി ഓഫ് മിക്സിംഗ് വാട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിലേതാണ്? ഓപ്ഷനിൽ വാട്ടർ റെഡ്യൂസിങ് അഡ്മിസ്റ്റേഴ്സ് ഉണ്ട്, റിട്ടാർഡിങ് അഡ്മിസ്റ്റേഴ്സ് ഉണ്ട്, എയർ എൻട്രൈനിങ് അഡ്മിസ്റ്റേഴ്സ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ആൻസർ വരിക? നമ്മൾ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാതെ നമുക്ക് ആ ഒരു വർക്കബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. വാട്ടർ റെഡ്യൂസിങ് അഡ്മിസ്റ്റേഴ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാൻഡ് പാസിംഗ് ത്രൂ എ സീവ് വിത്ത് ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 1.5875 mm ഈസ് നോൺ ആസ്? ഏതാണ്? ഓപ്ഷനിൽ കോഴ്സ് സാൻഡ് ഉണ്ട്, ഫൈൻ സാൻഡ് ഉണ്ട്, ഗ്രാവലി സാൻഡ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫൈൻ സാൻഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫൈൻ സാൻഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
ദെൻ ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് സ്ലംബ് ഫോർ കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ കനാൽ ലൈനിങ്? കനാൽ ലൈനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ റെക്കമെൻഡഡ് സ്ലംബാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 20 to 40 mm ഉണ്ട്, 70 to 80 mm ഉണ്ട്, 40 to 50 mm ഉണ്ട്, 90 to 100 mm ഉണ്ട്. ഓക്കെ, കനാൽ ലൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 70 മുതൽ 80 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു 20 മുതൽ 40 mm നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റോഡിനാണല്ലേ, റോഡിനാണ് നമ്മൾ 20 മുതൽ 40 mm യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വെഹിക്കിൾ ഓർ കേരിയർ ഇൻ പെയിൻറ്റ്? വെഹിക്കിൾ അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ മറ്റൊരു പേരാണ് കേരിയർ. അത് നമുക്ക് പെയിൻറ്റിൽ എന്ത് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷനിൽ ടു പ്രൊവൈഡ് കളർ ടു പെയിൻ്റ് എന്നുണ്ട്. ഓപ്ഷൻ ബി ടു ഗിവ് ദ പെയിൻറ്റ് എ ഗ്ലോസി ഫിനിഷ്. ഓപ്ഷൻ സി ടു ഹോൾഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ പെയിൻറ്റ് ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ. ഓപ്ഷൻ ഡി ടു സ്പീഡ് അപ്പ് ദ ഡ്രൈയിങ് പ്രോസസ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണടാ? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്, ടു ഹോൾഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ പെയിൻറ്റ് ഇൻ എ ലിക്വിഡ് സസ്പെൻഷൻ. അതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സാൻഡ്? ഗുഡ് സാൻഡിൻ്റെ ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഉണ്ട്. അത് കറക്റ്റാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട്. ഓക്കെ, അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ഗ്രെയിൻസ് ഷുഡ് റീറ്റെയിൻ ഇൻ 4.75 mm C1. അത് കറക്റ്റാണോ? അല്ല, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീറ്റെയിൻ 4.75 mm റീറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? കോഴ്സ് ഗ്രിഗേറ്റ്സ് ആണല്ലേ. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാലാമത്തത് ദ ഗ്രെയിൻസ് ഷുഡ് പാസ് ത്രൂ ISCV 75 മൈക്രോൺ. അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നും അതുപോലെ തന്നെ രണ്ടും സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ ഒൻപതാമത്തെ ചോദ്യം നോക്കാം. റിഫ്രാക്ടറി ക്ലേ മിക്സ്ഡ് വിത്ത് സ്റ്റോൺ ആൻഡ് ക്രഷ്ഡ് പോട്രി ഈസ് ദെൻ ബേൺഡ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് കൂൾഡ് ഡൗൺ സ്ലോലി. അസ് റിസൾട്ട് ഈസ് നോൺ എസ്. ഏതാണ്? ഓപ്ഷനിൽ എർത്തേൻ വെയർ ഉണ്ട്, സ്റ്റോൺ വെയർ ഉണ്ട്, റിഫ്രാക്ടറീസ് ഉണ്ട്, പോർസിലെയിൻ ഉണ്ട്. ഓക്കെ, ഏതാണ്? റിഫ്രാക്ടറീസ് ക്ലേ മിക്സ്ഡ് വിത്ത് സ്റ്റോൺ ആൻഡ് ക്രഷ്ഡ് പോട്രി എന്നാണ് പറയുന്നത്. ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, സ്റ്റോൺ വെയർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ പത്താമത്തെ ചോദ്യം നോക്കാം. എ കോൺക്രീറ്റ് കമ്പോസ്ഡ് ഓഫ് സിമൻറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ ഓൺലി ഈസ് കാൾഡ്. കോൺക്രീറ്റ് കമ്പോസ്ഡ് ഓഫ് സിമൻറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ. ഏതാണ്? ഓപ്ഷനിൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ട്, സെല്ലുലാർ കോൺക്രീറ്റ് ഉണ്ട്, നോ ഫൈനസ് കോൺക്രീറ്റ് ഉണ്ട്, ഹെവി വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലോ. ഓപ്ഷൻ സി ആണ്, നോ ഫൈൻസ് കോൺക്രീറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളവിടെ സിമൻറ്റും കോഴ്സ് അഗ്രിഗേറ്റും ആൻഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ആൻസർ വരുന്നത് നോ ഫൈൻ കോൺക്രീറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം. എ ഡിഫക്റ്റ് ബൈ ദ ആക്സസ് ഓഫ് ഫംഗൈ ആൻഡ് ഇൻഡിക്കേറ്റഡ് ബൈ വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് ഇൻ ഹെൽത്തി വുഡ്. അപ്പോൾ ആ ഒരു നമ്മുടെ ടിമ്പറിലൊരു ഡിഫക്റ്റിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഓപ്ഷനിൽ ഡ്രഗ്സിനസ് ഉണ്ട്, നോട്ട് ഉണ്ട്, ഷേക്ക് ഉണ്ട്, കേസ് ഹാർഡനിങ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് എന്നാണ് പറയുന്നത് അല്ലേ. സോ ആൻസർ വരുന്നത് ഏതാണ്ട്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ഡ്രഗ്സിനക്സ് ആണ് വരുന്നത്. ഇനി ഡ്രഗ്സിനക്സും പറയുമ്പോൾ മറ്റൊരു ടൈമാണ് ഫോക്സിനക്സ്. ഫോക്സിനക്സ് എങ്ങനെയാണ് വരുന്നത്? പിത്തിന് ചുറ്റും ഒരു റെഡിഷ് കളറിലോ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളറിലോ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലോ സ്പോട്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോക്സിനസ് എന്ന് പറയുന്നത്. ആ ഒരു ഫോക്സിനസിൻ്റെ റീസൺ എന്താണ്? അത് ഓവർ മെച്യൂരിറ്റി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ പ്യുവർ വെന്റിലേഷൻ കാരണമാകാം, അല്ലെങ്കിൽ ഈ ഒരു മാർഷി സോയിലൊക്കെ ആ ഒരു ട്രീ വളരുന്നത് കൊണ്ടാവാം. അതൊക്കെ ആ ഒരു പിത്തിന് ചുറ്റും ആ ഒരു ഡിഫക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡാർക്ക് ഹാർഡ് റിങ് ഫോം ചെയ്യുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നോട്ട് എന്ന് പറയുന്നത്. ആ നോട്ടിൽ തന്നെ ടൈപ്സ് ഉണ്ടല്ലേ. പിൻ നോട്ടുണ്ട്, സ്മാൾ നോട്ടുണ്ട്, മീഡിയം നോട്ടുണ്ട്, ലാർജ് നോട്ടുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ സൈസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഷേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷേക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രാക്ക് ഫോം ചെയ്യുന്നതിന് ക്രാക്ക് ആ ഒരു വുഡൻ ഫൈബറിനെ ക്രാക്ക് കാരണം സെപ്പറേറ്റ് ആവും. ആ ഒരു ഡിഫക്റ്റിനെയാണ് ഷേക്സ് എന്ന് പറയുന്നത്. അതിലും ടൈപ്സ് ഉണ്ട്. കപ്പ് ഷേക്ക്, റിംഗ് ഷേക്ക്, അതുപോലെ ഹാർട്ട് ഷേക്ക്, സ്റ്റാർ ഷേക്ക്, റേഡിയൽ ഷേക്ക്. ഓക്കെ, ദെൻ ഇനി കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ
ആ ഒരു നമ്മൾ ആ ഒരു ടിമ്പർ റാപ്പിഡായിട്ട് ഡ്രൈ ആവുന്നത് മൂലം ഇന്നർ സർഫൈസ് ടെൻഷനും ഔട്ടർ സർഫൈസ് കംപ്രഷൻ ആവും. ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ബെസീമർ പിഗ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഡാഷ് ഓർ. ഓക്കെ, ഒബ്റ്റൈൻഡ് ഫ്രം ഡാഷ് ഓർ എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ലൈമണൈറ്റ്, ഓപ്ഷൻ ബി ഹാമറ്റൈറ്റ്, ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ്, ഓപ്ഷൻ ഡി പൈറൈറ്റ്. ഏതാണ് ആൻസർ? ബെസീമർ പിഗ് എവിടെ നിന്നാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ഹാമറ്റൈറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൌട്ട് അലുമിനിയം? അലുമിനിയത്തെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? ഇറ്റ് ഈസ് വെരി സോഫ്റ്റ്. ഓക്കെ, അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണല്ലേ, അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് എബൌട്ട് 2.7, അതും കറക്റ്റാണ്. ഇറ്റ്സ് റേഡിയലി ഡിസോൾവ്ഡ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണോ? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണോ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദീസ് ആണ്, ആൾ ഓഫ് ദി എബവ് ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 14ാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് സ്ലോ ആൻഡ് ഹോമോജീനിയസ് കൂളിംഗ് ഓഫ് ഗ്ലാസ് ആർട്ടിക്കിൾസ് ഈസ് നോൺ ആസ്. ഓക്കെ, നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പഠിക്കുന്നതാണ്. ഹോമോജീനിയസ് കൂളിംഗ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഓപ്ഷനിൽ അനീലിംഗ് ഉണ്ട്, കാസ്റ്റിംഗ് ഉണ്ട്, ബ്ലോയിങ് ഉണ്ട്, സ്പൈനിങ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അനീലിംഗ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഈ ഒരു ബാക്കി പ്രോസസ്സൊക്കെ ഏതിൽ വരുന്നതാണ്? നമ്മുടെ ആ ഒരു ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ വരുന്നതാണ്. ബ്ലോയിങ്, കാസ്റ്റിംഗ്, അതുപോലെ സ്പൈനിങ്, ഇതൊക്കെ നമ്മൾ ആ ഒരു ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടിൻ ഇൻ ഗൺ മെറ്റൽ? ഓക്കെ, ഗൺ മെറ്റലിൽ ടിന്നിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരുന്നത്. ഗൺ മെറ്റലിൽ ഏതൊക്കെ ഘടകങ്ങളാണുള്ളത്? ടിന്നുണ്ട്, സിങ്കുണ്ട്, കോപ്പറുണ്ട്. അപ്പോൾ അതിൽ ടിന്നിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? ടിന്നിൻ്റെ പെർസെൻറ്റേജ് ആൻസർ വരുന്നത് ഏതാണ്ട് ഓപ്ഷൻ ബി ആണ്, 10% ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗൺ മെറ്റൽ നമുക്കറിയാം, ഗൺ മെറ്റലിൽ 10% ടിന്നാണ് വരുന്നത്. അതേപോലെ 2% സിങ്ക് വരുന്നുണ്ട്. അതുപോലെ 88% കോപ്പർ വരുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോയിട്ട് നമ്മുടെ ബ്രാസിലാണെങ്കിലോ, ബ്രാസിൽ വരുന്നത് കോപ്പറും സിങ്കുമാണ് വരുന്നത്. ഇനി നമ്മുടെ ബ്രോൺസിലാണെങ്കിലോ, ബ്രോൺസിലും കോപ്പറും ടിന്നുമാണ് വരുന്നത്. ഓക്കെ, അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് വെരി ഹൈ, ദ പ്രിഫേർഡ് ടെസ്റ്റ് ഫോർ മെഷർമെൻറ്റ് ഓഫ് വർക്കബിലിറ്റി ഈസ്. ഓക്കെ, ഓപ്ഷനിൽ സ്ലംബ് ടെസ്റ്റ് ഉണ്ട്, കോമ്പാക്റ്റിംഗ് ഫാക്ടർ ടെസ്റ്റ് ഉണ്ട്, ഫ്ലോ ടെസ്റ്റ് ഉണ്ട്, BB കൺസ്റ്റോമീറ്റർ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? വർക്കബിലിറ്റി പറയുന്നത് ഹൈ എന്നാണ് പറയുന്നത്, വർക്കബിലിറ്റി വെരി ഹൈ എന്നാണ് പറയുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഫ്ലോ ടെസ്റ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് മേക്കിംഗ് ക്ലേ ഈസ് ടു ബ്രോട്ട് പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ഈസ് നോൺ as. ദ പ്രോസസ് മേക്കിംഗ് ക്ലേ ഈസ് ടു ബ്രോട്ട് പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ഈസ് നോൺ as എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വെതറിംഗ് ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, ടെമ്പറിംഗ് ഉണ്ട്, ബേണിംഗ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ആൻസർ ഏതാണ്? പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എന്നാണ്, ഹാർഡ്നെസ് എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഏതാണ്ടാ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ടെമ്പറിംഗ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ആ ഒരു ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന ഒരു ടേമാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, ആ ഒരു കറക്റ്റ് ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്, പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ വാട്ടർ കൂടെ ആഡ് ചെയ്യുന്നത് പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ആക്കുന്നത് ടെമ്പറിങ്ങിലാണ്. ഓക്കെ, ടെമ്പറിംഗ് എന്ന പ്രോസസ്സിലാണ്. ടെമ്പറിംഗ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡുണ്ട്, നീഡിങ് ഉണ്ട്, പഗ്ഗിങ് ഉണ്ട്. ഓക്കെ, ടെമ്പറിംഗ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡാണുള്ളത്, അല്ലേ? നീഡിങ് ഉണ്ട്, പഗ്ഗിങ് ഉണ്ട്. അതുപോലെ അതിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ, കൺഫ്യൂഷൻ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പഗ് മില്ല് ആൻസർ ഓപ്ഷനിലുണ്ടെങ്കിൽ പഗ്ഗിങ് ആണ് ആൻസർ എഴുതേണ്ടത്. ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ പഗ്ഗിങ് ഉണ്ടെങ്കിൽ പഗ്ഗിങ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ചോദിച്ചിട്ട് മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഓപ്ഷനിൽ നീഡിങ് ഉണ്ടെങ്കിൽ നീഡിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ട് നീഡിങ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ആൻസർ നീഡിങ് ആയിരിക്കും.
ഓക്കെ, ഇനി വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെതറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോയ്സ്ചർ കണ്ടൻ്റൊക്കെ യൂണിഫോം ആക്കുന്നതാണ്. അതുപോലെ വെതറിംഗ് നമുക്ക് മൺസൂൺ സീസണിലാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു തിക്നെസ് ലെയർ, യൂണിഫോം ലെയർ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു വെതറിങ്ങിലൂടെയാണ്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. ഇനി അതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും ഡ്രൈ കണ്ടീഷനിൽ നമ്മൾ ആ ഒരു മിക്സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ ബ്ലെൻഡിങ് പറയാമായിരുന്നു. ഓക്കെ, ഡ്രൈ കണ്ടീഷനിൽ നമുക്ക് മിക്സിംഗ് ക്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലെൻഡിങ് എഴുതുന്നത്. ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് ക്ലേ, അതായത് ബ്ലെൻഡിങ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മൾ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇത് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.